ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കറികളൊക്കെയാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചാറുകറിയിലേക്ക് പോവാം. നമ്മൾ ചക്കക്കുരും മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും വെച്ചൊരു ചാറുകറി ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെയാണ് നമ്മൾ പൊടികൾ ചേർത്തിട്ടുള്ളത്. then ഇത് വേവിച്ച് വരുന്ന നേരത്തിന് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് നമ്മൾ തേങ്ങ, കൊച്ചുള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് നമ്മൾ അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആ വേവിച്ച് വെച്ചതിലേക്ക് മിക്സ് ചെയ്യുക. അതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും നമ്മൾ താളിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. പിന്നെ ചമ്മന്തിക്കായിട്ട് നമ്മൾ തേങ്ങ, വറ്റൽമുളക്, അതേപോലെ തന്നെ കൊച്ചുള്ളി, പുളി ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി പുരട്ടി വെച്ചിരുന്നു. ഫിഷും ഫ്രൈ ചെയ്യാനിട്ടു. അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് മുട്ട വറക്കാനാണ്. മുട്ട വറക്കാനായിട്ട് നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. അതിനുശേഷം അതും നമ്മൾ ഒരു 3-4 പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയിട്ടുള്ളൊരു പൊതിച്ചോറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കറികളൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വാഴയിലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ചോറ്, ചമ്മന്തി, പിന്നെ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഓൾറെഡി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു, അതാണ് കേട്ടോ കാണിക്കാഞ്ഞത്. പിന്നെ നമ്മളുടെ ചാറ് കറി, മുട്ട പൊരിച്ചത്, ഫിഷ് ഫ്രൈ, അച്ചാറ് ഇതൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ വാഴയില നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ കെട്ടി പിന്നെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മൂടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടൈറ്റായിട്ടൊരു 1 മണിക്കൂറോളം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് അമ്മയാണ്. അപ്പോൾ അമ്മ വാഴയിലയൊക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.